സർ, ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നത്. നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ നിലവിലൊരു 0.5% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാറിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ്? നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ പറഞ്ഞു ഒരു നല്ലൊരു കൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് നല്ലതായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്. ആ ട്രെൻഡില് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ സ്റ്റെപ്സ് മുന്നോട്ട് പോകുമ്പോഴും അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്. അപ്പൊ അത് വളരെയധികം നല്ലതാണ്. കാരണം പുതിയത് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഒരു ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക, അതനുസരിച്ചിട്ട് തന്നെ അടുത്ത ശക്തിയോടുകൂടി വീണ്ടും മുന്നോട്ട് വരിക എന്നുള്ള രീതിയിലുള്ള ആളാണ് നിഫ്റ്റി ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് പോസിറ്റീവിലേക്ക് വന്നിരുന്നു. ഇന്ന് തന്നെ അത് പോസിറ്റീവ് ആണ്. അടുത്ത 2-3 ട്രേഡിംഗ് സെക്ഷനിൽ ഇത് പോസിറ്റീവായിട്ടൊക്കെ തുടരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഈ 25,500 നിന്ന് ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അടുത്ത് 26,000 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈവൻ ദോ ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് പറയാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞ 25,830 ആ ഒരു ലെവലിലേക്കാണ് നമുക്ക് പറയാൻ പറ്റുന്ന റെസിസ്റ്റൻസ് സോൺ. അപ്പൊ സപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് തന്നെയാണ്. ആ ലെവലിൽ തന്നെ ആയിരിക്കും സപ്പോർട്ട് സോൺ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. പോസിറ്റീവായിട്ടുള്ള എല്ലാ സെക്ടേഴ്സിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ വീണ്ടും വന്നിട്ടില്ലെങ്കിൽ പോലും പല കമ്പനികളിലെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇതിനെ നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഇന്നൊരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നിഫ്റ്റി ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റിയിൽ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ നിഫ്റ്റിയിൽ വന്നതുപോലുള്ള ഒരു വലിയൊരു കറക്റ്റീവ് ആക്ഷൻസോ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ വന്നിട്ടില്ല. അപ്പൊ അതില് എന്തെങ്കിലും ഒരു സ്ലോ മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ റെസ്റ്റിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതൊരു മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി വീണ്ടും സംഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാണുന്നത്. സ്ട്രോങ് ആയിട്ട് PSU ബാങ്ക്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നിന്നുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ മുന്നേറ്റമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പുതിയൊരു ഹൈയിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിക്കവറിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയിരുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പൊ ബാങ്കിങ് സെക്ടർ ഇപ്പോഴും പോസിറ്റീവ് ആണ്. ബട്ട് അത് സ്ലോലി മൂവ് ചെയ്യുന്നു എന്നത് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയൊരു മൂവ്മെന്റ്സ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഞാൻ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളവർക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇവിടെയും പാർട്ടിസിപ്പേഷൻസ് വരും. ഈ പബ്ലിക് പ്രൈവറ്റ് എന്നുള്ള ബാങ്കിങ് സെക്ടറിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ഈ ഒരു സ്ലോ മൂവ്മെന്റ്സ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മൂവ്മെന്റ്സ് 60,000 എബോ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്ന 57,000 ഒരു സപ്പോർട്ട് സോൺ ഉണ്ട് എന്ന്. കൂടാതെ നിഫ്റ്റിയുടെ ഡിഫൻസ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് ഒക്കെ തന്നെ ഒരു സെക്ടോറിയൽ ഷിഫ്റ്റ് തന്നെ ഇപ്പോൾ ഒരു ഡിഫൻസ് സൂചികയിലേക്കും മേഖലയിലേക്കും വരുന്നു എന്ന് പറയും. ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഡിഫൻസ് സൂചിക ഏകദേശം ഒരു 1.5% ഒരു നേട്ടവും രേഖപ്പെടുന്നുണ്ട്. നിലവിലിപ്പോൾ ഇന്ത്യ ഡിഫൻസ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ ഏതൊക്കെയാണ്? ഈ ഡിഫൻസ് സെക്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും വലിയൊരു പാർട്ടിസിപ്പേഷൻസ് ആണ് ഈ ഡിഫൻസ് സെക്ടറിലേക്ക് വരുന്നത്. ഇതിലെ കമ്പനികൾ വളരെ കുറവാണ്, നമുക്കത് അറിയാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് കമ്പനികളിലേക്ക് ഇൻഡെക്സിൽ നിന്നുള്ളതിനേക്കാളും ഉപരി നമ്മൾ ഈ കമ്പനികളിലേക്ക് ആണ് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന രീതിയിൽ നമ്മളുടെ പഴയ ഒരു മൂവ്മെന്റ്സുകളെല്ലാം തന്നെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയിരുന്നാലും അതേപോലുള്ള ഇൻഡെക്സ് പാർട്ടിസിപ്പേഷൻസിലുള്ള മറ്റുള്ള ഷിപ്പിംഗ് മേഖലയിലെ കമ്പനികളിലായിരുന്നാലും മൂവ്മെന്റ്സ് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പൊ അതൊരു വീണ്ടും ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻസ് വരുന്നു എന്ന രീതിയിലാണ് നമുക്ക് കാണേണ്ടത്. തീർച്ചയായും അതില് ഒരു പോസിറ്റീവ് ഓവർകം അല്ലെങ്കിൽ തിരിച്ച് വരുന്ന ഒരു ട്രെൻഡ് കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെയധികം മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഡിഫൻസ് മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു മൊമെൻറ്റം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള കരാറുകളും വിൻ ചെയ്യുന്നുണ്ട്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ജനറൽ ഇലക്ട്രിക് കമ്പനിയിൽ നിന്ന് US കമ്പനിയിൽ നിന്ന് ഏകദേശം ഒരു 113 ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാനുള്ള ഒരു കരാറൊക്കെ തന്നെ സ്വന്തമാക്കാൻ HAL സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ HAL ശ്രദ്ധിക്കുമ്പോൾ HAL സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? HAL എപ്പോഴും നമുക്ക് വലിയൊരു കറക്റ്റീവ് ആക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിലും ഈ മാർച്ചിന് ശേഷം വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് വരുന്നത്.
ചെറിയൊരു കറക്റ്റീവ് ആക്ഷൻസ് കഴിഞ്ഞ മാസങ്ങളിൽ വന്നിട്ടുള്ളതെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം തന്നെയാണ് എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലെവലിൽ ഒരു വലിയ മൂവ്മെന്റ്സിന് സാധ്യതയുണ്ട്. അതൊരു 5100 ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നത്. കാരണം ഒരുപാട് പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വോളിയത്തിൽ വളരെ സ്ലോ ആയിരുന്നു, അല്ലെങ്കിൽ ബിലോ ആവറേജ് വോളിയം ആയിരുന്നു ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പോ കുറച്ച് ദിവസമായിട്ട് വോളിയം കൂടുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ന്യൂസുകളെല്ലാം തന്നെ ഫേവറബിൾ ആയിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5100 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 4500 ലെവലിന്റെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അവിടെ വന്നിട്ടാണ് തിരിച്ച് ഇപ്പോൾ റിക്കവറിക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ആ ലെവലിന് താഴെ പോയിരുന്നു. അതിനുശേഷം അത് റിക്കവറി വരുന്നുണ്ട്. ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് വളരെയധികം വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. FSN ഇ-കൊമേഴ്സ് അഥവാ നൈക്ക പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പാദത്തിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പ്രോഫിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 243% വർദ്ധിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ FSN ഇ-കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ടെക്നിക്കൽ വ്യൂ പോയിന്റ് എന്താണ് സൂചിപ്പിക്കുന്നത്? നൈക്കയില് നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നതാണ്, വളരെ പോസിറ്റീവായുള്ള മൊമെന്റം ആയിരിക്കും എന്നുള്ളത് നേരത്തെയും കവർ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഈ ഒരു ലെവലിലും ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു കറക്റ്റീവ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫേവറബിൾ ആയിരിക്കും എന്നതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. കാരണം ഇത് കഴിഞ്ഞ നമ്മൾ മെയ് ജൂണിലൊക്കെ നോക്കുകയാണെങ്കിൽ 160 180 ലെവലിൽ നിന്ന് ആണ് ഈ 260ലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വലിയൊരു മൂവ്മെന്റ്സിന് ഒരു ചെറിയൊരു കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ അതിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 300 ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. വോളിയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ആവറേജ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത്. അപ്പൊ സ്ലോലി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ്, വളരെ പവർഫുൾ ആയിരിക്കും അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കറക്റ്റീവ് ആക്ഷൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഒരു 230 220 ലെവലിലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം ഫേവറബിൾ ആയിരിക്കും. ഇമ്മീഡിയറ്റ്ലി നമുക്ക് 300 ലെവലിലേക്ക് പോകാൻ സാധ്യത. ഇവിടുത്തെ ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇന്ന് വലിയ രീതിയിലുള്ളൊരു ഇടിവ് തന്നെയാണ് ട്രെൻഡ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ട്രെൻഡിൻ്റെ ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഓഹരി എന്താണ്, ഒരു ഫർദർ കറക്ഷൻ ഉണ്ടാവുക, സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഇതൊരു കറക്റ്റീവ് മോഡിലേക്ക് കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടി ഒരു കറക്റ്റീവ് മോഡിലേക്ക് തന്നെ വന്ന ഒരു സ്റ്റോക്സ് ആണ്. നമുക്കത് അറിയാൻ പറ്റും. കാരണം ഇത്രയും ഹയർ ലെവലിൽ നിന്നിട്ടാണ് അത് 8000 ലെവലിൽ നിന്നിട്ടാണ് ഒരു കറക്റ്റീവ് ആക്ഷൻസ് ഇപ്പൊ ആൾമോസ്റ്റ് 50% അടുത്ത് തന്നെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നിട്ടുണ്ട്. ഫർദർ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഫർദർ ഒരു ട്രെൻഡ് ചേഞ്ച് റിവേഴ്സൽ എന്നൊക്കെ പറയാനായിട്ട് കഴിയുള്ളൂ. ഇത് ഇപ്പോഴത്തെ ലെവലിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന 4000 ലെവലിലാണ്. ഇത് കഴിഞ്ഞ മാർച്ചിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ലെവൽ തന്നെയാണ്. അപ്പൊ ആ ഒരു 4000 ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കുറച്ച് ടൈം എടുക്കുമെന്നാണ് എനിക്ക് ഒരു ടെക്നിക്കൽ വ്യൂവിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വോളിയം വളരെ കുറയുന്നുണ്ട്. പഴയതുപോലെയുള്ള ഒരു പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റോ ഒന്നും തന്നെ ഇപ്പോഴും ആ സ്റ്റോക്സിലില്ല. അപ്പോൾ ഇനി അത് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് ഒരു കൺസോൾട്ടേഷൻസ് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.